ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ കോഡ് ഈസ് വിത്ത് അനു. ഇന്ന് എങ്ങനെയാണ് PHP ഫയൽ ഡിലീറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ബേസിക് HTML കോഡ് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു HTML ഡിലീറ്റ് ബട്ടൺ ആണുള്ളത്. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന പാത്തിൽ നിന്ന് ഫയൽ ഡിലീറ്റ് ആവുന്നത് കേട്ടോ. അതിന്റെ ഇന്റർഫേസ് നോക്കുകയാണെങ്കിൽ ഒരു മെസ്സേജും ഒരു ഹെഡർ ടാഗും ഒരു ഡിലീറ്റ് ബട്ടണും ആണുള്ളത്. നമ്മൾ കോഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം PHPന്റെ. ഫസ്റ്റ് PHP ടാഗ് മെൻഷൻ ചെയ്യാം. അതിൻ്റെ അകത്ത് ബട്ടൺ ക്ലിക്ക് ആ ഒരു ട്രിഗർ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇസെറ്റ് ഫംഗ്ഷൻ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് PHP മാത്രം യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇസെറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് പോസ്റ്റിൽ ബട്ടന്റെ നെയിം സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എൻ്റെ ഈ ഫോൾഡറിൽ അപ്ലോഡ് ഫോൾഡറിൽ രണ്ട് ഫയൽ കണ്ടില്ലേ? ഇതിൽ ഫസ്റ്റ് ഫയലാണ് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത്. രണ്ടിനും സെയിം നെയിമാണ്, പക്ഷെ ഡിഫറെന്റ് എക്സ്റ്റൻഷൻ ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഫയലിന്റെ പാത്ത് ഞാൻ കോപ്പി ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു str പാത്ത് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ വേരിയബിളിലേക്കാണ് ഈ ഫയലിന്റെ പാത്ത് അസൈൻ ചെയ്യുന്നത്. അടുത്ത ചെയ്യാൻ പോകുന്നത് ഫയൽ എക്സിസ്റ്റിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യുവാണ്. ഈ ഫയലിന്റെ പാത്ത് എക്സിസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ PHPന്റെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ അൺലിങ്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫയൽ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ഫംഗ്ഷന്റെ അകത്ത് നമ്മൾ ഡിലീറ്റ് ചെയ്യാനുള്ള ഫയലിന്റെ പാത്ത് മെൻഷൻ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഈ ഫംഗ്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ബൂലിയൻ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഫയൽ സക്സസ്ഫുൾ ആയിട്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും. ഇനി ഡിലീറ്റ് ചെയ്യുമ്പം എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഫോൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. സോ നമുക്ക് ആ വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് എക്കോ മെസ്സേജ് കൊടുക്കാം. ട്രൂ ആണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ ഡിലീറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് സെറ്റ് ചെയ്യുന്നു. എൽസ് ആണെന്നുണ്ടെങ്കിൽ എറർ വൈൽ ഡിലീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ കോഡ്. ഒന്നും കൂടെ പറയാം. അൺലിങ്ക് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഡിലീറ്റ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ വേരിയബിൾ ആയിട്ട് ഫയലിന്റെ പാത്ത് മെൻഷൻ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സക്സസ്ഫുള്ളി ഡിലീറ്റഡ് ആയിട്ടുള്ള മെസ്സേജ് ഇന്റർഫേസിൽ കാണാൻ പറ്റും. അപ്പൊ സക്സസ്ഫുൾ ആണ് ഡിലീഷൻ പ്രോസസ്സ്. ഇവിടെ ഫോൾഡറിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കോപ്പി ചെയ്തിരിക്കുന്ന ആ ഒരു ഫയലിലെ അത് ഡിലീറ്റ് ആയിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കോഡ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.